ഗൈസ്, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് തുടങ്ങിയത്. ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്തോളം കഠിനമായിട്ട് പ്രയത്നിക്കാനൊക്കെ പറയില്ല, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ചെയ്തു ഏകദേശം 5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഈ വർഷത്തിൽ എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചാലോ, അല്ലെങ്കിൽ വന്നിട്ട് എങ്ങോട്ടെങ്കിലും പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചാലോ ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വർക്ക് ലോഡാണെങ്കിൽ വർക്ക് വെച്ചാൽ എനിക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം അത് ഓൾറെഡി ഇൻബിൽഡാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ടാണല്ലോ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ആകെ ഒരു പ്രശ്നത്തിലാണ്, കുഴപ്പത്തിലാണെന്ന് പറയില്ല. ഇതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഒരു സ്റ്റേജിലുണ്ടല്ലോ വർക്ക് ലോഡ് അധികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഫ്രാഗ്രൻസും കൂടി ചെയ്യുന്നത്. ഫ്രാഗ്രൻസ് ചെയ്യുന്നത് നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ അതിലേക്കും കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൊടുത്തു വരികയാണ്. ഇപ്പം ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം എങ്ങനെ ആയാലും വന്നിട്ട് ഒരു റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് കുറച്ച് പേർക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ എഴുതുകയാണെന്ന് വളരെയധികം ഉപകരിക്കും കേട്ടോ. അസർബായിനെ കുറിച്ച് അറിയാത്ത പ്രവാസികൾ ഒരേക്കും. കാരണം അദ്ദേഹം മന്ദിർ പറഞ്ഞിട്ട് പ്രൊമോഷനിൽ പേരെടുത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ കാണാനിടയിൽ അദ്ദേഹം ചോദിക്കുന്നത്, എനിക്കിപ്പോൾ റെസ്റ്റ് കിട്ടുന്നില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഓട്ടത്തിലാണ്, പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു സജഷൻ പറയണം എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഒരു വീഡിയോ. അദ്ദേഹം ചോദിക്കുന്നത്, എനിക്ക് റെസ്റ്റ് കിട്ടണം, എനിക്കിപ്പോൾ ബിസിനസ് കൂടുന്നതനുസരിച്ചിട്ട് ഒരു റെസ്റ്റ് എവിടെയാണ് പോകേണ്ടത് ഒരു സമാധാനത്തിന് വേണ്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാനുള്ളത് വെച്ചാൽ നമ്മളെ ബിസിനസ് അതാണ്. ദുനിയാവിന് നമ്മൾ കൂടുതൽ അടുക്കും തോറും, ദുനിയാവിൻ്റെ പിറകെ നമ്മൾ കൂടുതൽ ഓടും തോറും ദുനിയാവ് നമ്മൾ ഓടിച്ചു കൊണ്ടേയിരിക്കും. നമുക്കൊരു റെസ്റ്റ്, നമുക്കൊരു പീസ് നമുക്ക് കിട്ടി എന്ന് വരില്ല. അതുകൊണ്ട് പൈസ, പണം, അത് പ്രശസ്തി, ഇതിനൊന്നും നമുക്ക് സമാധാനം തരാൻ കഴിയില്ല. ഇപ്പോൾ ഒരു പ്രൊമോഷൻ കഴിഞ്ഞ് വേറെ പ്രൊമോഷൻ ബുക്ക് ചെയ്യും. അതുപോലെ പ്രൊമോഷൻ്റെ അടുത്ത് നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു പെർഫ്യൂം, അപ്പോൾ അതിനെ നോക്കണം, ഇതിനെ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നഷ്ടമാകുന്ന വലിയൊരു കാര്യമാണ് എന്ത്? ജമാഅത്ത് നിസ്കാരം. 5 വക്ത് കൃത്യമായി നമസ്കരിക്കാൻ സമയം കിട്ടാത്തൊരവസ്ഥ വരും. ഖുർആൻ ഓതാൻ സമയം കിട്ടാത്തൊരവസ്ഥ വരും. അതുപോലെ തന്നെ ദീനി കാര്യങ്ങൾ പഠിക്കാനുള്ളൊരവസരം നഷ്ടമാകും. അപ്പോൾ അള്ളാഹു ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, തീർച്ചയായും എൻ്റെ സ്മരണയിൽ മാത്രമേ നിങ്ങൾ ഹൃദയത്തിന് ശാന്തത ലഭിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഹൃദയത്തിന് ശാന്തതയുള്ളത്, നിങ്ങൾ എത്ര വലിയ ബിസിനസ്മാൻ ആവട്ടെ, എത്ര വലിയ തിരക്കാവട്ടെ, 5 വക്ത് കൃത്യമായി ജമാഅത്ത് നിസ്കരിക്കാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തെവിടെയും പോകണ്ട, നിങ്ങൾ ഏത് വിനോദസഞ്ചാരം തേടി പോകണ്ട. നിങ്ങളുടെ സമാധാനം അവിടെ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇട്ട് തരും. ഇനി എത്ര ബിസിയായാലും നിങ്ങൾ അതിനൊരു സമയം കണ്ടെത്താൻ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അതിനൊരു സമയം കണ്ടെത്താൻ നിങ്ങളുടെ ബിസിനസ് കൊണ്ട് നിങ്ങൾ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ സക്സസ് ആയ ബിസിനസ്. അവനാണ് യഥാർത്ഥത്തിൽ സക്സസ് മാൻ. ഖുർആൻ ഓതാൻ സമയം കിട്ടണം, 5 വക്ത് കൃത്യമായി ജമാഅത്ത് നിസ്കരിക്കാൻ സമയം കിട്ടണം. അതുപോലെ നല്ല നല്ല നോളജ്, ദീനീപരമായ നോളജ് ഷെയർ ചെയ്യാനും പഠിക്കാനും സമയം കിട്ടണം. നിന്റെ ബിസിനസ്സിനൊക്കെ സമയം കിട്ടുന്നില്ലെങ്കിൽ നീ എത്ര വലിയ ഓടിയാലും ദുനിയാവ് നിന്നെ ഓടിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹു നിനക്ക് ദുനിയാവ് മാത്രമേ തരികയുള്ളൂ. ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കി ആരെങ്കിലും ഇങ്ങനെ ബിസിനസ് പൈസയിൽ പോയാൽ അള്ളാഹു എന്നെ പറയും, ഞാൻ ഓടിച്ചു അവസാനം ഞാൻ എന്താണ് കണക്കാക്കിയത് മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ. പരലോകത്ത് ഒന്നും ലഭിക്കില്ല. അതുകൊണ്ട് ഹൃദയത്തിന് അവനൊരിക്കലും ശാന്തത ലഭിക്കില്ല. നേരെ മറിച്ച് ഒരാളുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ അവനൊരു കഫ്റ്റീരിയ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യും. പക്ഷെ 5 വക്ത് കൃത്യമായി ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ സ്മരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഖുർആൻ ഓതാൻ സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ കോടീശ്വരൻ. അവൻ്റെ ഹൃദയത്തിൽ ഞാൻ സമ്പന്നത അവൻ്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുമെന്ന് അള്ളാഹു പറയുകയാണ്. ഹൃദയത്തിൻ്റെ സമ്പന്നതയാണ് യഥാർത്ഥത്തിൽ കോടീശ്വരൻ. സമ്പന്നത അതാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ അതിന് സമയം കണ്ടെത്തണം. അതിനുള്ള ജോലി നമ്മൾക്ക് ആർക്കാണോ ലഭിച്ചത്, 5 വക്ത് കൃത്യമായി നിസ്കരിക്കാനോ അള്ളാഹുവിനെ സ്മരിക്കാനോ ഖുർആൻ ഓതാനും ഇതിനൊക്കെ സമയം കിട്ടുന്ന ഒരു ജോലിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടതെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 2000 അല്ല 1500 സാലറി ഉണ്ടെങ്കിലും നീ കോടീശ്വരനാണ്. നിനക്ക് സമാധാനം തരേണ്ട ജോലി അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, പരലോകത്തിലും സമാധാനമാണ്. അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനാണ് ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോട് പറയുന്നത്, നാളെ നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ ദുനിയാവിൽ ബിസിയായി പൈസ ഉണ്ടായാൽ ഒരിക്കലും 5 വക്ത് കൃത്യമായി അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നമ്മളെ ഈ ദുനിയാവ് വഴിതെറ്റിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു പറയുകയാണ്. ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് അള്ളാഹ് പറയുമ്പോൾ ഈ ദുനിയാവിലുള്ള എല്ലാം ശപിക്കപ്പെട്ടതാണെന്ന് അള്ളാഹ് പറയുകയാണ്. നിങ്ങൾ എന്തിൻ്റെ പിറകെ പോയാലും അതെല്ലാം ശപിക്കപ്പെട്ടതാണ്. ഏത് ഒഴികെ അള്ളാഹുവിനെ സ്മരിക്കുന്നത് ഒഴികെ ബാക്കി എല്ലാം ഈ ദുനിയാവിലുള്ള എല്ലാം ശപിക്കപ്പെട്ടതാണ്. ഒന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആൾക്കാരുണ്ടോ അവരാണ് വിജയിച്ചവർ.